ഞാനിത് എവിടെ പോയി കിടക്കോ? അവരുടെ സമയം കഴിഞ്ഞല്ലേ. എവിടായിരുന്നു ഇത്ര നേരം? എന്താ ലേറ്റ് ആയത്? ബ്ലോക്ക് ആയിരുന്നു. എന്തൊരു മണം! പെർഫ്യൂം വല്ല അടിച്ചോ? പെർഫ്യൂം ഒന്നും അടിച്ചില്ല. എന്തേ നിനക്ക്? എനിക്കൊന്നുമില്ല, പക്ഷെ എല്ലാം അറിയുന്നുണ്ട്. നീ എന്ത് പറഞ്ഞെന്നാ? നീ ഇത്ര നേരം ഏതോടായിരുന്നു? ഒരു പ്രത്യേക മണം ഉണ്ടല്ലേ. നീ എന്തൊക്കെ അപവാദങ്ങളാടി പറയുന്നത്? നല്ല മണം അടിക്കുന്നുണ്ട്. നീ ഇത്ര നേരം ആരോടായിരുന്നു? നീ ഒന്ന് പോയേ. എന്തോടാ ആകെ ശോകമാണല്ലേ? അളിയാ, അവക്ക് എന്റെ അടുത്ത് ഭയങ്കര സംശയം. വന്നു വന്നത് വേറെ രീതിയിലോട്ടൊക്കെ പോകും. വേറെ രീതിയോ? ജോലിക്ക് പോയിട്ട് വന്ന എന്നെ വേറെ ഏതോ പെണ്ണോടെ പോയിട്ട് വന്നൊക്കെ അവൾ പറയുന്നു. അവളാ കിടന്ന് വിളിക്കുന്നത് മനുഷ്യന്റെ മനസമാനം കളയാനായിട്ട്. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടാകുന്നവരെ എല്ലാവരും പൊന്നെ മുത്തെന്നൊക്കെ പറഞ്ഞായിരിക്കും അവരെ കൊണ്ടു നടക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞു വരും. ആ സ്നേഹം കുഞ്ഞിലോട്ട് കൂടെ കൊടുക്കേണ്ടി വരും. പിന്നെ അരമണിക്കൂർ കിട്ടിയാൽ ഒന്നുകിൽ കൊച്ചിൻ്റെ കൂടെ, അല്ലെങ്കിൽ ജോലി, വർക്ക് പ്രഷർ, അങ്ങനെ പല കാര്യവും പറഞ്ഞ് നീയൊക്കെ പലയിടത്തോട്ടും പോകും. അവരെ ശ്രദ്ധിക്കുന്നില്ലെന്നോ അവരുടെ കൂടെ ഇരിക്കുന്നില്ലെന്നോ അതൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. നീ ഒരു കാര്യം ചെയ്യണം, ദിവസം ഒരു 1/4 മണിക്കൂർ അവരോട് സ്പെൻഡ് ചെയ്യും. അപ്പം തീരാവുന്ന പ്രശ്നങ്ങളുള്ള. ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് ഫുഡൊക്കെ മേടിച്ചു വിടറേ. അപ്പം എനിക്ക് ഒരു പരിപാടി ഉണ്ട്, ഞാൻ പോയിട്ട് വരാം.